എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ന്യൂ ഇയർ സ്പെഷ്യലായിട്ടൊരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും എൻജോയ് ചെയ്യുക, ആഘോഷിക്കുക. പുതുവർഷം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാവട്ടെ. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു നോക്കാം. ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചാണ് ഈ കേക്ക് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് ഇടാം. അര കപ്പും ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. അര കപ്പ് പാലും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം എടുക്കാനായിട്ട്. മുട്ടയൊക്കെ ഫ്രിഡ്ജിലാണെങ്കിൽ നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കണം. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്. ഇത്രയും ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. എല്ലാം കൂടി ഒരുമിച്ച് നല്ലവണ്ണം മിക്സായി എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ വരുന്നതിനാണ് ഈ 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കുന്നത്. നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒരേ സൈഡിലേക്ക് ഇളക്കുവാണെങ്കിൽ കട്ട കെട്ടാതെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടിയിരിക്കുന്നത്. ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിലേക്ക് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് നല്ലവണ്ണം തടയി കൊടുക്കാം. ബട്ടർ പേപ്പർ ആണെങ്കിലും അടിയിലിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാത്രത്തിൻ്റെ അരഭാഗം വരെ ബാറ്റർ വരാൻ പാടുള്ളൂ. ഇത് വെന്ത് കഴിയുമ്പോൾ നല്ലവണ്ണം പൊങ്ങി വരും. ഒരു പാനോ ഏതെങ്കിലും കുക്കറോ എന്തെങ്കിലും ഒന്ന് അടപ്പത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിടണം. അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് മിശ്രിതം ഇറക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു ഉരുളിയിലാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ട്രേ കുറച്ച് വലിയതായതുകൊണ്ട് അത് കുക്കറിനകത്ത് ഇരിക്കില്ലാത്തതുകൊണ്ട് ഉരുളിയാണ് എടുത്തത്. ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കേക്ക് നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് അല്ലെങ്കിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഏതെങ്കിലും എടുക്കാം. എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കുക. വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. പാലാണെങ്കിൽ കുറച്ച് നേരം കുറുകിയതിന് ശേഷം നിങ്ങൾ ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി. ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വിപ്പിംഗ് ക്രീമിൽ നല്ലവണ്ണം ഈ ചോക്ലേറ്റ് അലിഞ്ഞു ചേർന്നതിന് ശേഷം നമുക്ക്
ഇറക്കി കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗണാഷെ എന്നാണ് ഇതിന് പറയുന്നത്. ഇതുപോലെയുള്ള വിപ്പിംഗ് ക്രീം ചോക്ലേറ്റിൽ മിക്സ് ചെയ്തെടുക്കുന്ന ഈ മിശ്രിതത്തിന് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. കേക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത് ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കാണാനും നല്ലതാണ്, അതുപോലെ തന്നെ ടേസ്റ്റും നല്ലതായിരിക്കും. ഒരു ഗ്ലോസി ലുക്കൊക്കെ നമുക്ക് കേക്കിന് വരാനായിട്ട് ഇത് സഹായിക്കും. വൈറ്റ് ഗണാഷയും തയ്യാറാക്കാൻ പറ്റും. വൈറ്റ് ചോക്ലേറ്റ് ഇട്ടാണ് അത് തയ്യാറാക്കുന്നത്. നമുക്ക് കേക്ക് ട്രേയിൽ നിന്ന് നമ്മുടെ കേക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് സൈഡൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് കമത്തിയാൽ മതി. നല്ല കറക്റ്റായിട്ടുള്ള നല്ല കേക്ക് കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ട് ഞാൻ ബട്ടർ പേപ്പർ ഒന്നും വയ്ക്കാത്തതാണ്. എന്നിട്ടും നല്ല കേക്കാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗണാഷ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നല്ലവണ്ണം സെറ്റായി കിട്ടും. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് എടുത്തതാണ്. ഇനി വേണമെങ്കിൽ നമുക്കിത് ഷുഗർ ബോൾസോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഷുഗർ ബോൾസ് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഓപ്ഷണലാണ്. ഇപ്പോൾ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഞങ്ങളുടെ ന്യൂ ഇയർ ആശംസകൾ. നിങ്ങളെല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.